ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൺ വേർഡ് ക്വസ്റ്റ്യനുമായിട്ടാണ്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻ 1 to 5 നിങ്ങൾക്ക് ഉണ്ടാവുക 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് അത് ഒരു സ്പെഷ്യൽ വീഡിയോയിൽ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ അവിടെ മുതലാണ് നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു എക്സാം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ്, അതായത് ഇപ്പം നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് മറ്റന്നാൾ 21-ാം തീയതി നിങ്ങൾ ഫിസിക്സിന്റെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് രാവിലെ എക്സാം ഹാളിൽ കയറിയിട്ട് നിങ്ങളുടെ അഡീഷണൽ ഷീറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്ന് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ചു നോക്കുമ്പോ ഫസ്റ്റ് ചോദ്യം കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു ചോദ്യം അറിയാന്നുണ്ടെങ്കിൽ തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് മക്കൾ. അത് അടിപൊളിയായിരിക്കും. ഫസ്റ്റത്തെ 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്ന വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു ഒറ്റ കോൺഫിഡൻസ് മതി 1.5 മണിക്കൂർ ഫിസിക്സ് കളർഫുൾ ആയിട്ട് അടിച്ചുപൊളിച്ച് ചെയ്തത്. കാരണം ആ ഒരു കോൺഫിഡൻസ് വന്നാൽ തന്നെ മൈൻഡ് പോസിറ്റീവായി നിങ്ങൾക്കുള്ള ആവശ്യമുള്ള ഓർമ്മകളൊക്കെ മൈൻഡ് എന്ത് ചെയ്യുക വെച്ചാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ബട്ട് ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ? അറിയില്ല എന്നുണ്ടെങ്കിലെ പ്രശ്നം എന്താടാ? അപ്പൊ മൈൻഡ് ഇങ്ങനെ ഡൗൺ ആവും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം കൂടി നമുക്ക് എഴുതാൻ പറ്റാതെ, നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈ 1 to 5 എന്നുള്ള ഈ സാധനത്തിന് എന്തുണ്ടടാ? ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊന്ന് നോക്കാം, ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് ചാപ്റ്ററിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് സാർ ആദ്യം പോകുന്നത്. ഇവിടെ ചോദിക്കുന്നത് ബാറ്ററി ചാർജിങ് ആണ്. അവിടെ ഇലക്ട്രിക് എനർജി ടു കെമിക്കൽ എനർജി, അതായത് വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിക്സി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് എനർജി എന്തായിട്ടാണ് മാറുന്നത്? മിക്സി വർക്ക് ചെയ്യുമ്പോൾ മിക്സി കറങ്ങല്ലടാ ചെയ്യുക. കറങ്ങുക എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജ്ജമാണ് ആൻസർ. പ്രയാസം ഉണ്ടാവും മക്കളെ, പ്രശ്നങ്ങൾ ഉണ്ടാവും. മിക്സിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ മോട്ടർ എന്ന് ചോദിക്കാം. ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, സിമ്പിളാ അല്ലേടാ. ഫാന് ചോദിക്കാം. ഒക്കെ അതേപോലെ തന്നെയാണ് സാധനം. പ്രശ്നമാണ് ഫാറല്ല ഫാൻ. ഓക്കെ, സിമ്പിൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സോൾഡറിങ് അയൺ എന്താടാ? സോൾഡറിങ് അയൺ അവിടെ ഹീറ്റ് എഫക്റ്റ് അവിടെ യൂസ് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ഓക്കെ, അവിടെ സോൾഡറിങ് അയൺ വൈദ്യുതിയുടെ താപഫലാണ്. ഗ്രൈൻഡർ പറഞ്ഞാൽ എന്താണ്? നമ്മൾ മിക്സി പോലെ തന്നെയാണ് ഗ്രൈൻഡർ യൂസ് ചെയ്യുന്നത്. അവിടെ ഏതാണ് യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് എഫക്റ്റ് ആണ്, കാന്തിക ഫലാണ്. ഓർത്ത് ചൊല്ലി, ഗ്രൈൻഡറിൽ ഏതാണ്? മാഗ്നറ്റിക് എഫക്ട്സ് ആണ്, കാന്തിക ഫലാണ്. ഒന്ന് ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അടുത്തതാണ് യൂണിറ്റ് ഓഫ് ചാർജ് എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട് കുളോം. ചാർജിന്റെ യൂണിറ്റ് എന്താടാ? കുളോം ആണ്, എല്ലാവർക്കും അറിയാം. എനർജിയുടെ യൂണിറ്റ് എന്താടാ? ഊർജത്തിന്റെ യൂണിറ്റ് എന്താടാ? ഊർജത്തിന്റെ യൂണിറ്റും ശ്രദ്ധിച്ചോട്ടോ, ഊർജത്തിന്റെ യൂണിറ്റും ഹീറ്റിന്റെ യൂണിറ്റും ഒക്കെ ഒന്നാണ്. ഊർജത്തിന്റെ യൂണിറ്റും ഹീറ്റിന്റെ താപത്തിന്റെ യൂണിറ്റും അതുപോലെ തന്നെ വർക്ക്, അതായത് പ്രവൃത്തിയുടെ യൂണിറ്റും സെയിം ആണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഈ 3 യൂണിറ്റുകളും എന്താണ്? സെയിം ആണ്. അത് ഏതാണ്? ജൂളാണ്. സീനുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചു മക്കളെ. 5ാമത്തെ ക്വസ്റ്റ്യന്, ഒരു പ്രോസസ് വിച്ച് ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടില് താപം ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരെന്താ? ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ്. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ മക്കളെ, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. എന്താണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു സർക്യൂട്ടിൽ ഹീറ്റ് ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ്. ഒരു സർക്യൂട്ടിൽ ഒരു ചാലകത്തിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ്. സീനുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത് നോക്കണം. ഫ്യൂസ് വയർ എങ്ങനെ കണക്ട് ചെയ്യാം? ഓക്കെ, ഫ്യൂസ് വയർ കണക്ട് ചെയ്യുക സീരീസിലാണ്, അതായത് ശ്രേണിയിലാണ്. വേർ ഈസ് ഇറ്റ് കണക്റ്റഡ്? എവിടെയാണ് അത് കണക്ട് ചെയ്യുക? ഫേസിലാണ്. ഓർത്തു വെക്കുക, ഇൻ സീരീസ് ഫേസ് ലൈനിൽ അല്ലെ, ശ്രേണിയിൽ ഫേസിലാണ് അത് ഘടിപ്പിക്കുക. പ്രയാസം ഉണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം നോക്കണം. ഈസ് ദ റേഷ്യോ ഓഫ് പവർ ഓഫ് എക്യുപ്മെന്റ് ടു വോൾട്ടേജ്? ഒരു ഉപകരണത്തിന്റെ പവറും വോൾട്ടേജും നമ്മളുടെ അനുപാതത്തിന് വിളിക്കുന്ന പേരാണ്. പവറും വോൾട്ടേജും നമ്മൾ അനുപാതത്തിന് വിളിക്കുന്ന പേരാണ് ആംപിയറേജ് എന്ന് പറയുന്നത്. ആംപിയറേജ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സീനുണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം നോക്കടാ. മെറ്റൽ യൂസ്ഡ് ടു മേക്ക് ഫിലമെന്റ്. ഫിലമെന്റ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെടാ? ടങ്സ്റ്റനെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് ടങ്സ്റ്റൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ കോൺസ്റ്റിറ്റ്യൂന്റ് എലമെന്റ് ഓഫ് നിക്രോം? നിക്രോമിലെ ഘടകങ്ങൾ ആരൊക്കെയാടാ? നിക്കൽ ഉണ്ട്, അയേൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്. ആരൊക്കെ ഉണ്ടടാ? നിക്കൽ ഉണ്ട്, അയേൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്. സീനുണ്ടോ? ഇല്ല, പ്രശ്നങ്ങളില്ല. അടുത്ത ചോദ്യം നോക്ക്. റൈറ്റ് ദ നെയിം ഓഫ് അലോയ് യൂസ്ഡ് ടു മേക്ക് ഹീറ്റിംഗ് എലമെന്റ്.
താപന ഉപകരണങ്ങൾ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കുന്ന ഹീറ്റിംഗ് കോയിൽ ആരെ വെച്ച് ഉണ്ടാക്കുന്നത്? നിക്രോമിനെ വെച്ചിട്ടാണ് ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കുന്നത്. എന്ത് വെച്ചിട്ടാ? നിക്രോമിനെ വെച്ചിട്ടാണ് ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാറുള്ളത്. ശ്രദ്ധിച്ചോ, രണ്ടാമത്തെ ചാപ്റ്റർ. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ വൈദ്യുത കാന്തിക ഫലം അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നുള്ള ചാപ്റ്ററിൽ ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് is an insulated wire wounded in the shape of helix. സർപ്പിൾ ആകൃതിയിൽ ചുറ്റെടുത്ത കവചിത ചാലകത്തിന് വിളിക്കുന്ന പേരെന്താണ്? സോളിനോയിഡ്. എന്താ വിളിക്കുക? സോളിനോയിഡ് എന്ന് വിളിക്കുക. പ്രശ്നമുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഇൻ എ കറന്റ് കാരിയിങ് സോളിനോയിഡ് ഇഫ് ദ കറന്റ് ഈസ് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ, അവിടുത്തെ പോൾ ഏതാന്നുള്ളത്, അവിടുത്തെ പോൾ ഏതാണ്? എടാ, കറന്റ് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ അതിന്റെ അഗ്രഭാഗത്തുള്ള ധ്രുവത ഏതായിരിക്കും? മക്കൾ ശ്രദ്ധിച്ചോ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളും ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോളാണ്. മലയാളത്തിൽ ക്ലോക്ക് വൈസിനെ പ്രദക്ഷിണ ദിശ എന്ന് പറയും. അതായത് അവിടെ സൗത്ത് ആയിരിക്കും, അല്ലെങ്കിൽ മലയാളത്തിൽ ദക്ഷിണ ധ്രുവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് പറയാം? ദക്ഷിണ ധ്രുവം എന്ന് പറയാം. ഓർത്തു വെച്ചോ. എടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വിച്ച് ലോ ഈസ് ഹെൽപ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്? എടാ, മോഷൻ, ചലനം കണ്ടെത്താൻ നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്താ? ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമമാണ്. ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം. എങ്ങനെ മനസ്സിലായി? ഇവിടെ മൂവ്മെന്റ്, ചലനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എടാ, ശ്രദ്ധിച്ചോ, അടുത്തത് ഗിവ് ടു എക്സാമ്പിൾ ഓഫ് എക്യുപ്മെന്റ് വർക്കിംഗ് അണ്ടർ മോട്ടോർ പ്രിൻസിപ്പിൾ. മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഉപകരണങ്ങൾ ഏതൊക്കെ ചോദിച്ചു? ഒന്ന് മോട്ടോർ പറയാം, ലൗഡ് സ്പീക്കർ പറയാം, മിക്സി പറയാം, ഫാന് പറയാം. അങ്ങനെ ഒരുപാട് കറങ്ങുന്ന എന്ത് സാധനം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. പ്രയാസം ഉണ്ടാവോ? ഇല്ല. അടുത്തത് വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഇലക്ട്രിക് മോട്ടോർ. മോട്ടറിന്റെ ഭാഗമല്ലാത്തത് ഏത്? ഫീൽഡ് മാഗ്നറ്റ് മോട്ടറിന്റെ ഭാഗമാണ്. ആർമേച്ചർ മോട്ടറിന്റെ ഭാഗമാണ്. വോയിസ് കോയിൽ മോട്ടറിന്റെ ഭാഗമാണോ? അല്ല. ഏതാടാ? വോയിസ് കോയിലാണ്. എന്താണ്? വോയിസ് കോയിലാണ്. പ്രശ്നമുണ്ടോ? ഇല്ല. നോക്കണ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഈസ് വർക്കിംഗ് അണ്ടർ ഡാഷ് പ്രിൻസിപ്പിൾ. മൂവിംഗ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മോട്ടോർ പ്രിൻസിപ്പിളിന്റെ, മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. The next, the law used to find out the direction of magnetic field around a current carrying conductor. വൈദ്യുത പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലത്തിന്റെ ദിശ. എടാ, മാഗ്നറ്റിക് ഫീൽഡിന്റെ, ശ്രദ്ധിച്ചോട്ടോ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ ഏതാടാ? മാക്സ്വെൽ. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാക്സ്വെല്ലിന്റെ വലതു കൈ പെരുവിരൽ നിയമം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള. ഞാൻ രണ്ടെണ്ണം പറഞ്ഞതിൽ മൂവ്മെന്റ് മനസ്സിലാക്കാൻ നമ്മൾ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്, മാഗ്നറ്റിക് ഫീൽഡ് അതായത് കാന്തിക മണ്ഡലം മനസ്സിലാക്കാൻ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. സീനുണ്ടോ? ഇല്ല. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പതിയെ പോകും. ശ്രദ്ധിച്ചോ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ ഫസ്റ്റത്തത്. റൈറ്റ് ദ നെയിം ഓഫ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പ്രസൻസ് ഓഫ് വെരി ലോ ഇലക്ട്രിക് കറണ്ട്. അതായത് വളരെ കുറച്ച് കറണ്ടിന് മാത്രം കറണ്ട് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ്? ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ ആണ്. ശ്രദ്ധിച്ചോളേ. എടാ, whenever there is a change in magnetic flux linked with a coil, an EMF is induced. അതായത് ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലത്തിന് മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ഒരു EMF ഉണ്ടാകുന്നു. നമ്മളോട് പറയുന്ന ആരാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്, വൈദ്യുത കാന്തിക പ്രേരണമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ടേക്ക് പ്ലേസ് ഗാൽവനോമീറ്റർ. എടാ, ഗാൽവനോമീറ്ററിൽ നടക്കുന്ന എനർജി, ഗാൽവനോമീറ്റർ അല്ല, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണെന്നുള്ള ചോദിക്കുന്നത്. ജനറേറ്ററിൽ നിങ്ങൾക്കറിയാം, മോട്ടറിന്റെ ഓപ്പോസിറ്റ് ആണ് ജനറേറ്റർ. അതായത് അവിടെ ഉണ്ടാവുക യാന്ത്രിക ഊർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുക. മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക് എനർജി ആണ്. ഓർത്തു വെക്കണം, പഠിച്ചു വെക്കണം. എന്നാൽ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ പാർട്ട് ഓഫ് AC ജനറേറ്ററിന്റെ മെയിൻ പാർട്ട് ഏതൊക്കെ എന്നുള്ളത്? ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, സ്ലിപ്പ് റിംഗ് ഉണ്ട്, ബ്രഷ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, ആർമേച്ചർ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. എന്നാൽ അടുത്തത്, ഇന്ത്യയിൽ നമ്മൾ എത്ര ഫ്രീക്വൻസിയാണ് നമ്മൾ AC യൂസ് ചെയ്യുന്നത്? എത്രടാ? 50 ഹെഡ്സ് ആണ്. എത്ര വോൾട്ടേജ് ചോദിച്ചാൽ 11 kV ആണ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, പഠിച്ചു വെച്ചോളി. ഓക്കെ, അത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, DC ജനറേറ്ററിലെ മെയിൻ പാർട്ട് നമ്മൾ നേരത്തെ സ്ലിപ്പ് റിംഗ് പറഞ്ഞത് ഇവിടെ സ്പ്ലിറ്റ് റിംഗ് ആവുന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല, സിമ്പിൾ ആണ്. അത് കഴിഞ്ഞാൽ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം ഏതാ? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. എന്താടാ? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അക്കോർഡിംഗ് ടു ട്രാൻസ്ഫോമർ ദ പവർ ഇൻ പ്രൈമറി ഈസ് ഈക്വൽ ടു പവർ ഇൻ സെക്കൻഡറി. ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും ഈക്വൽ ആയിരിക്കും. പവർ ഇൻ സെക്കൻഡറി, അതായത് സെക്കൻഡറി പവറും ഈക്വൽ ആയിരിക്കും. ഓർത്തു വെച്ചോ. ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു എൻ AC, ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? എ ബാക്ക് EMF. ബാക്ക് EMF ഉണ്ടാവുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചോട്ടോ. ഹൗ മെനി ടൈംസ് ദ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ AC?
എ സി നിങ്ങൾക്കറിയാം എ സിയുടെ ഫ്രീക്വൻസി 50 ഹെഡ്സ് ആണ്. വൃത്തിക്ക് മനസ്സിലായിക്കോ, 50 ഹെഡ്സ് ആണ്. എത്ര ടൈംസ് ഇവിടെ ഡയറക്ഷൻ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദിശ എത്ര തവണ മാറുന്നുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ദിശ എത്ര തവണ മാറുന്നുണ്ട് ശ്രദ്ധിച്ചോ. നിങ്ങൾ ചെയ്യേണ്ട എന്താ പറയുക, ഇതിന്റെ ഡബിൾ എടുക്കുക. 150യുടെ ഡബിൾ എത്ര? 100. നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ്, ഒരു ആർമേച്ചർ 20 ടൈംസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, 20 തവണ ഇങ്ങനെ കറങ്ങി, എത്ര തവണ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടാവും? പക്ഷേ ഡബിൾ എടുക്കുക. എത്ര? 40 ടൈംസ്. പ്രശ്നമുണ്ടോ? എങ്ങനെ സാറ് കിട്ടുന്നത്? എടാ നോക്കടാ, ഇതല്ലടാ ഒരു എ സി. എടാ ഒരു എ സിയുടെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അവിടെ എത്ര തവണ? ഇവിടെ ഒരു തവണ, ഇവിടെ ഒരു തവണ, അങ്ങനെ 2 തവണ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് മുകളിൽ ഒന്ന് താഴെ. ഒരു സൈക്കിൾ 2 തവണ അറിയുമ്പോൾ 50 സൈക്കിളിൽ എത്ര തവണ? 100. 20 എത്ര? 40. പഠിച്ചു വെക്കുക, ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ ആണ്. നെയിം ദ ട്രാൻസ്ഫോർമർ വിച്ച് ഇൻക്രീസ് വോൾട്ടേജ്. വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്നത് ആരെടാ? സ്റ്റെപ്പ് അപ്പ് അല്ലെ. അപ്പൊ കുറക്കാൻ സ്റ്റെപ്പ് ഡൗൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന. കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എ സി വിത്തൗട്ട് ലോസ് ഓഫ് പവർ. പവറിൽ നഷ്ടമൊന്നും ഇല്ലാതെ കറണ്ട് കുറക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആളാരാ? ഇൻഡക്ടർ ആണ് കേട്ടോ. ഇൻഡക്ടർ ആണ്, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് സ്റ്റെപ്പുമായി ബന്ധപ്പെട്ടത് ഏതാന്ന് നോക്കാം. ഒന്നാമത് നമ്മളൊന്ന് നോക്കട്ടെ, IS ലെസ് ദാൻ IP. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എസിന്റെ ഭാഗത്തോ നോക്കണം. എസിന്റെ ഭാഗം ചെറുതാണ് അല്ലെ. ഈ ഭാഗം ചെറുതാണ്, എസ് ചെറുതാണ്, കറണ്ട് കുറവാണ്. ഇവിടെ സെക്കൻഡറിയിൽ കറണ്ട് കുറവ് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുതൽ അർത്ഥം. ഒന്നുകൂടെ ശ്രദ്ധിച്ചു, സെക്കൻഡറിയിൽ കറണ്ട് കുറവ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുതൽ അർത്ഥം. ഇവിടെ വോൾട്ടേജ് സെക്കൻഡറിയിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് ഏതാ? സ്റ്റെപ്പ് അപ്പ് ആണ്. ഓക്കെ, റൈറ്റ് ദ ഫോളോയിങ് റിലേഷൻ ഗിവൻ ദ ബ്രാക്കറ്റ് വിച്ച് സ്യൂട്ടബിൾ ഫോർ സ്റ്റെപ്പ് അപ്പ്. അപ്പൊ ഇത് സ്റ്റെപ്പ് അപ്പ് ആണ്. ഒന്നായി. രണ്ടാമത് നോക്കണം, ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇത് NS/NP ഇങ്ങനെയാണുള്ളത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇയാളെടുക്കുക. ഞാൻ അത് വൃത്തിക്കൊന്നുകൂടെ എഴുതാം, ശ്രദ്ധിച്ചിട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. NS/NP ഇങ്ങനെയാണ് ഉള്ളത്. ഈ താഴെയുള്ള ആളെടുക്കുക. ഇയാളെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ഇപ്പൊ നോക്കടാ, ഇപ്പൊ S ആണ് ഇവിടെ ചെറുത്. എടാ NS ചുറ്റുകളുടെ എണ്ണം കുറവ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കുറവാണ്. വോൾട്ടേജ് കുറവ് പറഞ്ഞാൽ അവിടെ ഏതാ? സ്റ്റെപ്പ് ഡൗൺ ആണ്. അപ്പൊ അതല്ല, ഇത് തെറ്റാണ്. ഓക്കെ, അടുത്തത് ഏതാ വരുന്നത്? VS നോക്കടാ, VS കൂടുതൽ എന്നാണുള്ളത് അല്ലെ. ഇവിടെ തന്നെ കാണുന്നുണ്ട് VS കൂടുതലാണ്. VS കൂടുതൽ സ്റ്റെപ്പ് അപ്പ് ആണ്. ഓക്കെ, ഇനി ഇതുപാടെ നോക്കാം. NS/NP ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഈ താഴെയുള്ള ആളെ ഞാൻ എന്ത് ചെയ്തോളാം? ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, അവിടെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കടാ, S വലുതാണ് അല്ലെ. S വലുത് പറഞ്ഞാൽ അവിടെ വോൾട്ടേജ് കൂടുതലാണ്. വോൾട്ടേജ് കൂടുതൽ പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ആണ്. ഇതിൽ ഇയാളല്ലാത്ത ബാക്കി എല്ലാവരും എന്താണ്? സ്റ്റെപ്പ് അപ്പ് ആണ്. ഓക്കെ, നോക്ക്, സിമ്പിൾ. ഇനി അടുത്ത് റൈറ്റ് ദ മെയിൻ പാർട്ട് ഓഫ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ചലിക്കും ചുരുൾ മൈക്രോഫോണിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മാഗ്നറ്റ് ഉണ്ട്, വോയിസ് കോയിൽ ഉണ്ട്, ഡയഫ്രം ഉണ്ട്. സിമ്പിൾ ആണ്, പ്രശ്നമൊന്നുമില്ല. വാട്ട് ഈസ് എ മെത്തേഡ് ടു റെഡ്യൂസ് ട്രാൻസ്മിഷൻ ലോസ്? പ്രസരണ നഷ്ടം കുറക്കാൻ എന്ത് ചെയ്യേണ്ടത്? ഇൻക്രീസ് വോൾട്ടേജ്. പിന്നെ അതുപോലെ തന്നെ റെഡ്യൂസ് കറണ്ട്. കറണ്ട് കുറക്കുക. പ്രശ്നമുണ്ടോ? ഇല്ല. എടാ നോക്കാം, വിച്ച് ആർ ദ ലൈൻസ് എസെൻഷ്യൽ ഫോർ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ? ഗൃഹവൈദ്യുതീകരണത്തിന് അത്യാവശ്യമായിട്ടുള്ളത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഒരു ഫേസും ഒരു ന്യൂട്രലും ആണ്. ഫേസ്, ന്യൂട്രൽ. നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഏതൊക്കെയാ? ഒരു ഫേസ്, ഒരു ന്യൂട്രൽ ആണ്. നിങ്ങൾക്ക് അറിയാം. മെത്തേഡ് ടു കണക്ഷൻ ഈസ് അഡോപ്റ്റഡ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. നമ്മളെ വീട്ടിൽ എങ്ങനെയാടാ ഉപകരണങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള? പാരലൽ ആണ്, സമാന്തര രൂപത്തിലാണ്. ഓക്കെ, അടുത്തത് ഗ്രൈൻഡറിന്റെ പവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 750 വാട്ട്, വർക്ക് ഫോർ 2 hours. ഓക്കെ, കാൽക്കുലേറ്റ് ദ എനർജി കാണാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട്. ഓക്കെ, ഈ എനർജി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ ഞാൻ പ്രോബ്ലംസ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്യുന്നില്ല. ഓക്കെ, പ്രോബ്ലംസിന്റെ സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്. മക്കളെ നിങ്ങളോട് ഞാൻ വീണ്ടും പറയാം, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം? യൂസ് ആവും, ഉപകാരപ്പെടും. ഓക്കെ, ശ്രദ്ധിച്ചോ. കാൽക്കുലേറ്റ് ദ എനർജി കൺസ്യൂം. നമുക്ക് എനർജി എത്രയാണ് വരുന്നത്? ഈസ് ഈക്വൽ ടു PT/1000. 750 into 2/1000 1.5 യൂണിറ്റ് ആണ് അല്ലെ. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, PT/1000 അല്ലെ. P പറഞ്ഞാൽ 750 into 2/1000. 1500/1000 വരും. 0000 കട്ട് ചെയ്യാം. 50/10 1.5 കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോ. അടുത്തത് ചാപ്റ്റർ 4. ചാപ്റ്റർ 4 വരുന്നത് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ശ്രദ്ധിച്ചോ,
മെഷർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലാക്ഷൻ. പതന കോണും പ്രതിപതന കോണാണ് കാണൽ. പതന കോണും പ്രതിപതന കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും, സെയിം ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എടാ അത് കഴിഞ്ഞാൽ ദ ഇമേജ് ഫോംഡ് ഇൻ എ പ്ലെയിൻ മിറർ റിയൽ ആണോ വെർച്വൽ ആണോ? എടാ സമതല ദർപ്പണത്തിൽ എപ്പോഴും മിഥ്യാ പ്രതിബിംബമാണ് ഉണ്ടാവുക, വെർച്വൽ ഇമേജ് ആണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞത് മാക്സിമം റേഞ്ച് ഓഫ് വിഷൻ. എടാ ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ വ്യാപ്തി മാക്സിമം നമുക്ക് കാണാൻ കഴിയുന്നതിനെ വിളിക്കുന്ന പേരാണ് മാക്സിമം ഫീൽഡ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ വീക്ഷണ വിസ്തൃതി എന്ന് പറയും. എന്താ പറയാ? വീക്ഷണ വിസ്തൃതി എന്ന് പറയും. ഇത് ഏറ്റവും കൂടുതലുള്ള ആളാരാണ്? മാക്സിമം ഫീൽഡ് ഓഫ് വ്യൂ കൂടുതൽ, അല്ലെങ്കിൽ വീക്ഷണ വിസ്തൃതി കൂടുതലുള്ള ആളാരാണ്? കോൺവെക്സ് ആണ് കേട്ടോ. ഓർത്തോക്കണേ, കോൺവെക്സ് ആണ്. വീക്ഷണ വിസ്തൃതി അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് വ്യൂ ഏറ്റവും കൂടുതലുള്ള ആളാരാണ്? കോൺവെക്സ് ആണ്. എടാ എടാ ഓൾവേസ് ദ മിറർ ഓൾവേസ് ഫോം വെർച്വൽ ആൻഡ് ഇറക്റ്റഡ് ഡിമിനിഷ്ഡ്. ചെറിയത്, ഡിമിനിഷ്ഡ് ആണ് ചെറുത് അല്ലെ? എപ്പോഴും ചെറുത് ഉണ്ടാക്കുന്നത് ആരാ? കോൺവെക്സ് ആണ്. ആരാണ്? കോൺവെക്സ് ആണ്. ഓർത്തിരുന്നോളി, കോൺവെക്സ് ആണ്, കോൺവെക്സ് ആണ്. ഓക്കെ. അത് കഴിഞ്ഞാൽ മിറർ ഓൾവേസ് സോളാർ പാനലിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോളാർ കോൺസെൻട്രേഷൻ, സോളാർ പാനലിൽ, സോളാർ പാനലല്ല, സോളാർ ഫർണസ് ആണ്, പാനലല്ല കേട്ടോ. സോളാർ ഫർണസിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? കോൺകേവ് ആണ്. സോളാർ ഫർണസിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? കോൺകേവ് ആണ്. പ്രശ്നമുണ്ടോ? ഓക്കെ. അതായത് ഇവിടെ സോളാർ ഫർണസ് എന്നല്ല ഇവിടെ ഉള്ളത്, കോൺസെൻട്രേറ്ററുകൾ എന്നാണ് ഉള്ളത്, കോൺസെൻട്രേറ്റേഴ്സ്. ഓക്കെ. അതിലുള്ളത് എന്താണ്? കോൺകേവ് ആണ്. ദെൻ ദ മിറർ ഈസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ. ഇവിടെ വാഹനത്തിന്റെ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാ? കോൺവെക്സ് ആണ്. ഏതാടാ? കോൺവെക്സ് ആണ്. അറിയാം, നിങ്ങൾക്ക് അറിയാം. 5th ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഫസ്റ്റിന്റെ ലൈറ്റിന്റെ സ്പീഡിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെഷർ ദാറ്റ് ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. പ്രകാശത്തിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ വിളിക്കുന്നവരാണ് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് മക്കളോട് പറയും. സീനുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? ഇല്ല. മക്കൾ ശ്രദ്ധിച്ചോ. ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ദ കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ്, ആ കോൺസ്റ്റന്റ് വിളിക്കുന്നത്, ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ആ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് എന്താടാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയുന്നത്. പ്രയാസം ഉണ്ടാവോ? പ്രശ്നങ്ങൾ ഉണ്ടാവോ? ശ്രദ്ധിച്ചോ. അടുത്ത ചോദ്യം, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം. ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിന്റെ അപവർത്തനാങ്കത്തിന് വിളിക്കുന്ന പേരാണ്, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്, അതിന് വിളിക്കുന്ന പേരാണ് ആപേക്ഷിക അപവർത്തനാങ്കം അല്ലെങ്കിൽ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. ഓക്കെ, ശ്രദ്ധിച്ചോളണ്ടി. എടാ അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫിനോമിനൻ ഓഫ് ലൈറ്റ് യൂസ്ഡ് ടു ടെലികമ്മ്യൂണിക്കേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. വാർത്താവിനിമയത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ പ്രകാശത്തിന് ഏത് പ്രതിഭാസ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ഏതാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതായത് പൂർണ്ണാന്തര പ്രതിപതനമല്ല മക്കളെ, അല്ലേ? അതല്ലടാ ഉപയോഗിക്കുന്നത്. ഓർത്തു വെക്കണം കേട്ടോ, പ്രയാസങ്ങളൊന്നുമില്ല. ഓക്കെ. അടുത്തത് ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ എത്ര? വാട്ടറിന്റെ ക്രിട്ടിക്കൽ കോൺ എത്ര? ഗ്ലാസിന്റെ എത്രയടാ? 42 ഡിഗ്രിയും വാട്ടറത് 48.6 ഡിഗ്രിയുമാണ് അല്ലേ? 42 ഡിഗ്രിയും 48.6 ഡിഗ്രിയുമാണ്. ഓർമ്മയിലുണ്ടാവണം. അത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ഒരു ഫോക്കസ് ഓഫ് ലെൻസ് ഇസ് റിയൽ ആണെന്നെങ്കിൽ റിയൽ ആണ്, ഫോക്കൽ ലെങ്ത് വിൽ ബി പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, അതായത് റിയൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, റിയൽ എപ്പോഴാണ് ഉണ്ടാവുക? അത് ആദ്യം ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് കോൺവെക്സ് ആണെങ്കിൽ ഫോക്കസ് എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ആണെങ്കിൽ ഫോക്കസ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇപ്പൊ റിയൽ ആണെന്നുണ്ടെങ്കിൽ ഫോക്കസ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കും. ഫോക്കസ് പോസിറ്റീവ് ആയിരിക്കും, കാരണം കോൺവെക്സ് ആണ് റിയൽ ഉണ്ടാക്കുക. ഫോക്കസ് പോസിറ്റീവ് ആയിരിക്കും, ഓർത്തിരിക്കുക. ഓക്കെ. ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് മാഗ്നിഫിക്കേഷൻ, അല്ലെങ്കിൽ ആവർത്തനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആവർത്തനം എന്ന് ആവർത്തിച്ച് നമ്മൾ പറയും. പ്രശ്നം ഉണ്ടാവോ? ഇല്ല. എടാ അടുത്തത്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഓഫ് ലെൻസ് ഇഫ് ദ മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ അതെന്താണ്? വെർച്വൽ ആണ്, ഇറക്റ്റഡ് ആണ്, അതായത് മിഥ്യയാണ്, തല കീഴായതാണ്. ഓക്കെ, ഓർത്തിരുന്നോ കേട്ടോ. മിഥ്യയാണ് നിവർന്നതാണ്. ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ്, റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ഈസ് കോൾഡ്, അതായത് മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിന്റെ വ്യുൽക്രമത്തിനെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് ലെൻസ്. ലെൻസിന്റെ പവർ എന്നുള്ളത് പഠിച്ചുള്ള ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർ? ഇറ്റ്സ് അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ അന്തരീക്ഷ അപവർത്തനം എന്നുള്ളതാണ്. ഓക്കെ, അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ അപവർത്തനം എന്നുള്ളതാണ്. അവിടെ ചാപ്റ്റർ 6ലേക്ക് പോവാം. ചാപ്റ്റർ 6, 7 കുറച്ചേ ഉള്ളൂ ഇനി. ദ നിയർ പോയിന്റ് ഓഫ് ഐ ഇൻ ഹെൽത്തി വിഷൻ 25 സെന്റിമീറ്റർ ആണ് നിയർ പോയിന്റ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ദ എബിലിറ്റി ഓഫ് എ ഹൈ, നിങ്ങൾ വായിച്ചാൽ മതി. അതായത് ഒരു കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരെന്താണ്? അതിന്റെ കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ, അല്ലെങ്കിൽ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിഫക്ട് ഓഫ് ഐ കോസ് ടു ഡിഗ്രീസ് ദ കർവേച്ചർ ഓഫ് ഐ ആൻഡ് ഡിഗ്രീസ് ദ പവർ. എടാ, ലെൻസിന്റെ പവർ കുറയുന്നത് ഏതിനാണ്? ശ്രദ്ധിച്ചു, പവർ കുറയുമ്പോഴാണ് ഇയാൾ കൂടുതൽ ദൂരം പോവാന്ന് ആലോചിക്കുക. ദീർഘം, ലോങ് സൈറ്റ്നസ്, ദീർഘദൃഷ്ടി, ലോങ് സൈറ്റ്നസ് നോക്കുക. പവർ കുറഞ്ഞോണ്ടല്ലടാ. പവർ നല്ല പവറിലാണെങ്കിൽ പിടിച്ചു നിർത്തൂലേനു. പവർ കുറഞ്ഞോണ്ട് ഇയാൾ ദൂരേക്ക് പോയത്, ദീർഘമായിട്ട് പോയത്. സോ അത് നമ്മൾ ദീർഘദൃഷ്ടി എന്ന് പറയും. എന്താടാ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ലോങ് സൈറ്റ്നസ് എന്ന് പറയും. പ്രയാസം ഉണ്ടാവോ? പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യങ്ങൾ നോക്കാം. അടുത്ത ചോദ്യം നോക്കടാം. അടുത്ത ചോദ്യം നോക്കണം. ദ ഡിഫക്ട് ഓഫ് ഐ കോസ് ടു, ഇവിടെ പവർ എന്താണ്? പവർ കൂടുതലാണ്. പവർ കൂടുമ്പം കൂടുതൽ ദൂരം പോകും, കുറച്ചേ പോകുള്ളൂ. അപ്പൊ ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റ്നസ്. എന്താണ്? ഹ്രസ്വദൃഷ്ടി, ഷോർട്ട് സൈറ്റ്നസ്, അല്ലെങ്കിൽ മലയാളത്തിൽ നിയർ സൈറ്റ്, സോറി ഇംഗ്ലീഷിൽ നിയർ സൈറ്റ്നസ് എന്ന് പറയാം, മയോപ്പിയ എന്ന് പറയാറുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചു. എടാ, ഒരാള് റൈറ്റ് ദ നെയിം ഓഫ് ഡിഫക്ട് ഓഫ് ഐ കോസ് എ ഡിസ്റ്റൻസ്. ഓക്കെ, നിയർ പോയിന്റ് എന്ത് ചെയ്തോടാ? 25 കൂടുക എന്ന് പറഞ്ഞാൽ അതായത് പ്രസ്ബയോഫിയാണ്, അല്ലെ നിയർ പോയിന്റ് 25 കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രസ്ബയോഫിയാണ്. ആർക്ക് കിട്ടോ? ഇവിടെ എൽഡർലി പീപ്പിൾ, പ്രായമായവർക്ക് ശരിക്കും എടുത്ത് പറയണം. ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ട്, ഞാൻ എഴുതിയപ്പോൾ സെറ്റ് ചെയ്തതാണ്. ഓക്കെ, പ്രായമായവർക്ക് എടുത്ത് പറയും, അല്ലെ എൽഡർലി പീപ്പിളിന് നിയർ പോയിന്റ് 25 കൂടുതൽ വിളിക്കുന്ന പേരാണ് വെള്ള എഴുത്ത് അല്ലെങ്കിൽ പ്രസ്ബയോഫിയ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോ കേട്ടോ. ഡാഷ് ഇസ് ദ ഫിനോമിനൻ ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ്. എന്ന സമന്വിത പ്രകാശങ്ങൾ ഘടകവർണ്ണങ്ങളായി പിരിയുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ. എന്താ വിളിക്കുക? ഡിസ്പേർഷൻ അല്ലെങ്കിൽ പ്രകീർണനം എന്ന് പറയും. ഓക്കെ, അടുത്തത് പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാടാ? നമ്മളെ പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാടാ? പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ പനിച്ചു, അതായത് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാ? പനിച്ചു. എന്താ പനിച്ചു എന്ന് പറഞ്ഞാൽ? പ എന്ന് പറഞ്ഞാല് പച്ച, നീ എന്ന് പറഞ്ഞാല് നീല, ചു പറഞ്ഞാല് ചുവപ്പ്. ഓക്കെ, 3 കളറുകളാണുള്ളത് കേട്ടോ. ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ, പനിച്ചു എന്ന് ഓർമ്മ ഉണ്ടായിക്കോട്ടെ കേട്ടോ. പനിച്ചു എന്ന് ഓർമ്മ ഉണ്ടായാൽ മതി. പച്ച, നീല, ചുവപ്പ്, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ, സീനൊന്നുമില്ല. ന്യൂട്രൽ കളർ ഡിസ്ക് എന്താ ചെയ്യടാ? നമ്മൾ നന്നായിട്ട് കറക്കുന്ന സമയത്ത് ഡിസ്ക് അപ്പിയർ ഇൻ വൈറ്റ്, അത് വെള്ള കളറിൽ കാണുന്നതിന് കാരണം എന്താ നമ്മളോടാണ് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ ഉത്തരം പറയും. എന്തുകൊണ്ടാണ് നന്നായിട്ട് സ്പീഡിൽ കറക്കുന്ന സമയത്ത് വെള്ള കളറിൽ കാണാനുള്ള കാരണം പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. എന്താ വിളിക്കുക? പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ, വീക്ഷണ സ്ഥിരത എന്ന് പറയും. ഓർത്തു വെച്ചോ. ഓക്കെ, വിച്ച് ഈസ് ദ കോമ്പണന്റ് കളർ ഓഫ് ലൈറ്റ് അണ്ടർഗോ മാക്സിമം സ്കാറ്ററിംഗ്. ഏത് കളറാ കൂടുതലായി സ്കാറ്ററിങ്ങിന് പോവാ? അത് വയലറ്റ് കളറാണ്. ഏതാ? വയലറ്റ് ആണ്, അല്ലെ? നന്നായിട്ട് വിസരണം സംഭവിക്കുക വയലറ്റിനാണ്. ഓക്കെ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് സ്കാറ്ററിംഗ്? തരംഗദൈർഘ്യവും വിസരണവും തമ്മിലുള്ള ബന്ധം എന്താ? തരംഗദൈർഘ്യം, വിസരണം. എടാ, വേവ് ലെങ്ത് കൂടുമ്പോൾ സ്കാറ്ററിംഗ് കുറവും, അല്ലെ? തരംഗദൈർഘ്യം കൂടുമ്പോൾ വിസരണം കുറയും. അവിടെ കൊടുത്തിട്ടുണ്ട്, വൃത്തിക്കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. സെറ്റാക്കി പഠിക്കണം കേട്ടോ. ഓരോ സാധനങ്ങൾ നിങ്ങൾ വൃത്തിക്ക് പഠിക്കും, സെറ്റാക്കാൻ എന്തായാലും. ഓക്കെ, റെഡി അല്ലടാ സെറ്റല്ലേ? പ്രശ്നങ്ങളുണ്ടോ? ഓക്കെ, തീരാൻ പോകട്ടെ. ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്നു. നോക്കി നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഓർ, എടാ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് ഫോസിൽ ഫ്യൂൽ, ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത്. ഒന്ന് ഓർത്ത് വെക്കണേ. എടാ, വാട്ട് ആർ ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഡിസ്റ്റിലേഷൻ ഓഫ് കോൾ. എടാ, കോളിനെ കൽക്കരി വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളെയാണ് ACC എന്ന് പറയാം. അമോണിയ, കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്. ഏതൊക്കെയാടാ? അമോണിയ, കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ്. ഓർത്ത് വെച്ചോളൂ, ACC എന്ന് പഠിക്കാം. ഏടാ, മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് LPG. LPGയിലെ പ്രധാന ആളാരാ? ബ്യൂട്ടൈൻ. LPGയിൽ മാത്രമേ ബ്യൂട്ടൈൻ ഉള്ളൂ. ഓർത്ത് വെക്കുക, ബ്യൂട്ടൈൻ, ദ മെയിൻ ബ്യൂട്ടൈൻ. എടാ, ഇത് കഴിഞ്ഞാല് CNGയിലെ പ്രധാന ആളാരാ? അത് മീഥെയിൻ. ആരാടാ? മീഥെയിൻ ആണ്, മീഥെയിൻ. ഓക്കെ, അത് കഴിഞ്ഞാല് LPGയിൽ നമുക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ LPGയുടെ ലീക്കേജ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ആഡ് ചെയ്യും. അയാളെ വിളിക്കുന്ന പേരെന്താടാ? ഇഥൈൽ മെർക്യാപ്റ്റൻ എന്നാണ് വിളിക്കാറുള്ളത്. ഇഥൈൽ മെർക്യാപ്റ്റൻ എന്നാണ് വിളിക്കാറുള്ളത്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ്. എടാ, ഒരു കിലോഗ്രാം ഫ്യൂവലിനെ കംപ്ലീറ്റ് കത്തിക്കുമ്പോൾ എത്രത്തോളം ഹീറ്റ് പോകുന്നു, അതായത് 1 കിലോഗ്രാം ഇന്ധനത്തെ പൂർണ്ണമായി കത്തിക്കുമ്പോൾ എത്രത്തോളം താപം പുറത്തുവിടുന്നു എന്ന് വിളിക്കുന്ന പേരാണ് കലോറിക മൂല്യം എന്ന് പറയും, അല്ലെ?
കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ കലോറിക മൂല്യം എന്ന് പറയാറുണ്ട്. എടാ വിച്ച് ടൈപ്പ് ഓഫ് ജനറേറ്റർ യൂസ്ഡ് ഇൻ പവർ സ്റ്റേഷൻ? പവർ സ്റ്റേഷനിലെ ഏത് ജനറേറ്ററാണ്? 3-phase AC ജനറേറ്റർ. ഏതാ? 3-phase AC ജനറേറ്റർ ആണ്. ഓക്കെ, ഗിവ് ടു സിറ്റുവേഷൻസ് ഇൻ ഡെയിലി ലൈഫ്. ഹൈഡ്രജൻ യൂസ് ചെയ്യുന്ന 2 സ്ഥലങ്ങൾ എവിടേക്കാണ്? ഒന്ന് റോക്കറ്റിലാണ്, രണ്ടാമത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല. കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഒന്ന് റോക്കറ്റിലാണ്, രണ്ടാമത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലാണ്. അത് കഴിഞ്ഞാൽ ദ ലാർജ് നമ്പർ ഓഫ് സോളാർ സെല്ല്. ഒരുപാട് സോളാർ സെല്ലുകൾ കൂട്ടിച്ചേർത്തതിനെ വിളിക്കുന്ന പേരാണ് സോളാർ പാനൽ. വിളിക്കാം സോളാർ പാനൽ. ഓക്കെ, ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഗ്രേറ്റർ ന്യൂക്ലിയർ സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുക. എന്താണ്? വിഘടിക്കുന്നതിനെ, ഭാരം കുറഞ്ഞതിനെ വിഭജിക്കുന്നതിന്, മുറിയുന്നതിനെ നമ്മൾ വിളിക്കുക ന്യൂക്ലിയർ ഫിഷൻ എന്നാ. അപ്പൊ കൂടിച്ചേരുന്ന ക്വസ്റ്റ്യൻ നോക്കടാ. ഭാരം കൂടിയ ന്യൂക്ലിയസുകളായി മാറുന്നു. വലുതാവുമ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ചെറുതാവുമ്പോൾ ന്യൂക്ലിയർ ഫിഷനും വലുതാവുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നും പറയുന്നത്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. വിച്ച് ഈസ് ദ ഗ്രീൻ എനർജി? താഴെയുള്ള ഗ്രീൻ എനർജി ഏതാന്നുള്ളത്? കോൾ ഗ്രീൻ ആണോ? അല്ല. അല്ലെ, കൽക്കരി ഗ്രീൻ അല്ല. നാഫ്ത് ഗ്രീൻ ആണോ? അല്ല. ബയോഗ്യാസ് ഗ്രീൻ ആണോ? യെസ്, ബയോഗ്യാസ് ആണ് ഗ്രീൻ കേട്ടോ. ഓർത്ത് വെക്കണേ, ബയോഗ്യാസ് ആണ് ആൻസർ. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്തത് കഴിഞ്ഞു. ഓക്കെ, എത്ര ക്വസ്റ്റ്യൻ ആയി? യെസ്, 80 ചോദ്യങ്ങളായി മക്കളെ. അടിപൊളിയായിട്ട് പഠിച്ചു വെക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സാർ പോയതെന്ന് അറിയാം. 1 വേർഡ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്തു പോയി. അതിന്റെ ആൻസർ ഇതിലുണ്ട്. വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ട വീഡിയോസ് ആണ്. ഒന്ന് നമ്മുടെ പ്രോബ്ലംസിന്റെ വീഡിയോ. ഏതാ? നമ്മുടെ പ്രോബ്ലംസിന്റെ വീഡിയോ. രണ്ടാമത്തെ നമ്മൾ ഡ്രോയിങ്സിന്റെ, നമ്മൾ വരക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുടെ വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് നിങ്ങൾ കാണേണ്ടതാണ് നമ്മുടെ ഫോർമുല ഷീറ്റ്. ഓക്കെ, ഫോർമുല ഷീറ്റിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്ത അടുത്തൊരു സാധനമാണ് നമ്മുടെ ഡ്രോയിങ് കഴിഞ്ഞു, പിന്നെ ഫോർമുല ഷീറ്റ് കഴിഞ്ഞു, പിന്നെ 1 വേർഡിന്റെ ഒരു സെഷൻ കഴിഞ്ഞു, പിന്നെ സർക്യൂട്ട് ക്വസ്റ്റ്യൻസ്. ഇത്രയും സാധനങ്ങൾ വൃത്തിക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക. ഫിസിക്സ് A+ ഈ പഠിക്കുന്ന നിങ്ങൾക്കുള്ളതാണ്, ക്ലാൻസിന് നമുക്കുള്ളതാണ്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.